നെയ്യാറ്റിൻകരയിൽ വികസനം എവിടെയും എത്തിയിട്ടില്ല എന്നും നാടിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായർ. പഠിച്ച സ്കൂളിൽ തന്നെ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും സ്കൂളിൽ വർഷങ്ങളായി ഒരു വികസന പ്രവൃത്തികളും സർക്കാർ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് LPBS സ്കൂളിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യ രാധ, മക്കളായ കാർത്തിക, തുളസി, വിഘ്നേഷ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. ഇതൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച സ്കൂളിൽ ഇന്നും അതേപോലെ നിലനിൽപ്പുണ്ട്. 50-60 വർഷം കഴിഞ്ഞു, 65 വർഷം കഴിഞ്ഞിട്ട് ഈ സ്കൂൾ അങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ഇവിടെ നിന്ന് എന്ത് വികസനം പോയി എന്നുള്ളത് നിങ്ങൾ കാണുക. 70 വർഷം മുമ്പേ അന്ന് ചെയ്തിരുന്നു. ഇന്ന് ഇതേപോലെ ഒരു സ്കൂൾ പോലും എല്ലാവരും ടിൻഷീറ്റാണ് ഇടുന്നത്. ഞങ്ങളന്ന് വലിയ ഹാപ്പി. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ 50 കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. അടുത്തടുത്ത ബെഞ്ചിൽ നമ്മൾ ഒന്നിച്ച് നമ്മൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. നമ്മളൊരു സാറ്റിസ്ഫൈ, ഒരു അസുഖം ഇല്ലായിരുന്നു. ഇലക്ട്രിസിറ്റിയിലും നേച്ചർ ലൈറ്റിലും നേച്ചർ കാറ്റും കൊണ്ടൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഒരു 4 ചുമരുള്ള ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴാണ് ഞാൻ 3 പ്രാവശ്യം ഈ ടോയ്ലറ്റ് മാറ്റാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി വന്നു. ഒരു പെർമിഷൻ തന്നില്ല. എൻ്റെ സ്കൂളിൽ ഇന്നും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്നത് ഹൈടെക് എന്നൊക്കെ പറയുന്നു. ഇതൊന്നും വികസനമല്ല. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഒരു സ്കൂള് ലേലം ചെയ്യുന്നത് കണ്ട്. അതാണ് സായി കൃഷ്ണ എൻ്റെ സ്കൂൾ ആദ്യമായിട്ട് എടുത്തതൊക്കെ. ഇത് നിമിത്തമാണ്.